താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് UDF കൗൺസിലർമാർ നടത്തുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പ്രചരണം മാത്രമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണം മാത്രമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന നഗരസഭയാണ് പൊന്നാനി. 19 പേർ മാത്രമാണ് സ്ഥിരം ജീവനക്കാരായി ഉള്ളത്. താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുന്നത് എല്ലാ കാലത്തുമുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സമരമുറ അംഗീകരിക്കില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പൊന്നാനി നഗരസഭയിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. താൽക്കാലിക ജീവനക്കാരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. സ്ഥിരം ആളുകളായിട്ട് 19 പേരാണ് നഗരസഭ ശുചീകരണ തൊഴിലാളികളിലുള്ളത്. എന്നാൽ അവരെ വെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസകരമായ രീതിയിലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് താൽക്കാലികമായി എംപ്ലോയ്മെൻ്റ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ വെക്കുന്ന പ്രക്രിയ എല്ലാ കാലത്തും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നഗരസഭയിലുള്ളത്. ആ രീതിയിൽ ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പൊന്നാനിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പൊന്നാനിയെ പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയുള്ള സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ള നഗരസഭയുടെ ഒരു ബാധ്യതയാണ്. പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ.